Hi all. Good morning and welcome back. അപ്പോ വളരെ ഹാപ്പിയാണ് ഞാന്. ഇന്നലെ നമ്മള് ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യൻസും മേ ബി അതന്നെയാ വന്നിട്ടുള്ളത് തോന്നുന്നുണ്ട് അല്ലെ. നമ്മള് എന്തായാലും വരുന്ന ഉറപ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ പ്രത്യേകത. ആൻഡ് സ്കിസോഫ്രീനിയ ആയിക്കോട്ടെ, മൂഡ് ഡിസോർഡർ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രീ ക്ലാസ്സസും ഉണ്ടായിരുന്നു. സോ അതും ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണ്, ഹെൽപ്പായോ? അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിയോലോഗസം. ആർക്കെങ്കിലും ഈ കൂട്ടത്തില് നിയോലോഗസം എന്താന്ന് അറിയോ? നിയോലോഗസം ആർക്കെങ്കിലും? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹിബ നമ്മുടെ ഇന്റേൺഷിപ്പിന് വന്ന ഹിബയാണോ? ആ, ഓക്കെ. ആ, ഹിബയ്ക്ക് അറിയാം. ബിക്കോസ് നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിയോലോഗസം എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു തോട്ട് പ്രോസസ് ആണ്. അതായത് അവരവരുടെ സ്വന്തം ഭാഷ ഉണ്ടാക്കുന്നു. ഇന്റേൺഷിപ്പുകാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അതാണ് ഇന്റേൺഷിപ്പിന്റെ ഒക്കെ പ്രത്യേകത. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോ, 105 പേര് ഇതിന്റെ അകത്തുണ്ടായിട്ട് നിയോലോഗസ് അറിയുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതാണ് പ്രാക്ടിക്കൽ ലെവൽ. നോർമലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലെവലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിയോലോഗസം സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കും. നമ്മുടെ കാലകേന്റെ ഭാഷയൊക്കെ പോലെ ഉണ്ടാവും. അതാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നിയോലോഗസം. തോട്ട് പ്രോസസ്സിലും വരുന്നുണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജിലും അവരുടെ നിയോലോഗസം വരുന്നുണ്ട്. സ്വന്തമായിട്ട് അവരുടെ ഭാഷ ഉണ്ടാക്കുന്നതിനെയാണ് നിയോലോഗസം എന്ന് പറയുന്നത്. അപ്പൊ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് ബ്രീഫ് ആയിട്ട് പറയാം. സോഷ്യൽ സൈക്കോളജി എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയിലെ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി പഠിക്കുന്നതാണ്. എന്തുകൊണ്ട് ഒരാൾ അഗ്രഷൻ കാണിക്കുന്നു, എന്തുകൊണ്ട് ഒരാൾ ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു ഒക്കെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ ഇൻഡിവിജ്വൽ, അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഇൻഡിവിജ്വലിനെ പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി. ഈ സോഷ്യൽ സൈക്കോളജിയിലൂടെ പഠിച്ചിട്ടുള്ള തിയറി ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരാൾ ദേഷ്യപ്പെടുന്നു, അത് റിസർച്ച് ചെയ്ത് കണ്ടെത്ത സോഷ്യൽ സൈക്കോളജിയാണ്. ഇനി ആ ദേഷ്യം കുറയ്ക്കാൻ എന്തൊക്കെ അപ്ലൈ ചെയ്യാം, അത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് ചെയ്യുന്നത്. അപ്പം 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ. നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയേ, ഡിസ്ക്രൈബ് നെഗറ്റീവ് എക്സ്പ്ലനറേറ്ററി സ്റ്റൈൽ. 2 മാർക്കിനാണ് കേട്ടോ. ഇത് 3 മാർക്കിനാണ് അന്നത്തെ സീലിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും എല്ലാം എഴുതാം. 8 ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, എല്ലാം എഴുതാം. 24 മാർക്കാണ് ഓവറോൾ സീലിംഗ് വരുന്നത് കേട്ടോ. ഡിസ്ക്രൈബ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ. ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നതിനെയാണ്. വേറെന്തോ റിവാർഡ് പ്രതീക്ഷിക്കും. ഫോർ എക്സാമ്പിൾ ടെററിസം. സ്വർഗത്ത് പോവാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്. അവർക്ക് നേരിട്ടിട്ടല്ല, വേറെന്തോ, അതായത് ഈ ആളോട്, ഇപ്പം ടെററിസ്റ്റുകൾ കൊല്ലുന്നവരോട് അവർക്ക് പേഴ്സണൽ വിരോധമൊന്നുമില്ല. ഇവരെ കൊന്നാൽ സ്വർഗത്ത് പോവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അത്തരത്തിലുള്ള അഗ്രഷനെയാണ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 മാർക്കിന് അതിനെ കൊണ്ട് അഗ്രഷൻ എന്താണ് എന്ന് വൃത്തിക്ക് എഴുതിയ ശേഷമാണ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എഴുതുന്നത്. ഡിഫൈൻ ഗ്രൂപ്പ് തിങ്ക്. Explain the term illusionary correlation with a suitable example. Describe excitation transfer theory. List the consequences of child labor. ഈ 4ാമത്തെ ചാപ്റ്റർ മിക്കതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്വന്തമായിട്ട് ഗ്യാസ് അടിച്ച് വിട്ട് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രസ്ട്രേഷൻ ആൻഡ് അഗ്രഷൻ. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന തിയറി തന്നെയുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചൊരു ഗോളിലേക്ക് നമ്മൾ എത്താതിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഫ്രസ്ട്രേഷൻ. ഇപ്പൊ നിങ്ങൾ ഇന്നൊരു ദിവസം 2 പാഠം പഠിക്കണമെന്ന് ഗോള് വെച്ചു, നിങ്ങൾക്ക് ഒരു 1/2 പാഠം പോലും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അവസ്ഥയാണ് ഫ്രസ്ട്രേഷൻ. അന്നേരം അനിയത്തി വന്ന് ഫുള്ള് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോ കിളക്കാണ്ട് പോകുന്നൊക്കെ പറയില്ല നമ്മള്, അതാണ് അഗ്രഷൻ. കാരണം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ അഗ്രസീവ് ആവും എന്നാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത്. എന്താണ് ഫ്രസ്ട്രേഷൻ? ഇഫ് ഗോൾ ഇസ് ഹാവ് സം ഒബ്സ്റ്റക്കിൾസ് ഓർ ഇസ് ബ്ലോക്ക്ഡ്, ദ സിറ്റുവേഷൻ ഇസ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഫ്രസ്ട്രേഷൻ. ഒരു ഗോള് അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വരികയോ ബ്ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ. ഈ ഫ്രസ്ട്രേഷൻ കാരണമാണ് അഗ്രഷൻ വരുന്നത് എന്നാണ്
അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ഇനി എന്താണ് അഗ്രഷൻ? ഒരാളെ ഇന്റൻഷനോട് കൂടി ഫിസിക്കലിയോ വേർബലിയോ ഹേർട്ട് ചെയ്തതിനെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇന്റൻഷനോട് കൂടി, അതായത് വേണോന്ന് വിചാരിച്ചിട്ടോ ഒരാളെ വാക്കാലെയോ പിന്നെ മേനിയാലോ ഉപദ്രവിക്കുന്നതിനെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ. ഭയങ്കര എന്താ പറയാ, ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടൈപ്പ് എ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് ആയിരിക്കും, ഭയങ്കര ടൈം മാനേജ്മെന്റ് ആയിരിക്കും, ഗോൾ മീറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡിഫൈൻ കൾച്ചർ ഓഫ് ഹോണർ, എക്സ്പ്ലെയിൻ ദ കെത്താർസിസ് ഹൈപ്പോത്തസിസ്, ഡിഫൈൻ കോഗ്നിറ്റീവ് ഡിസോണൻസ്. എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്? ചേരാത്ത രണ്ട് ചിന്തകൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അതിനൊന്ന് പിക്ക് ചെയ്യണം അല്ലെ നമുക്ക്. അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ വരികയാണ്, രണ്ട് ഓപ്ഷൻ വരാം, അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യേണ്ട അവസ്ഥയ്ക്കാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. വൺ ഓഫ് ദി ഫേമസ് തിയറി ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ് കേട്ടോ. ഡിഫൈൻ ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്. നമ്മുടെ ഫ്രോയിഡിന്റെ ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്, അഗ്രഷൻ വരുന്ന ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്. നമുക്ക് രണ്ട് ഇൻസ്റ്റിങ്ക്ട് ഉണ്ട് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും. ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിലാണ് നെഗറ്റീവ് ഇമ്പാക്ട് വരുന്ന നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഉള്ളത്. ഏതൊക്കെ? അഗ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് പറയാട്ടോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നിനും 5 മാർക്കാണ്. ഗ്രൂപ്പ് തിങ്ക്. ബ്രേക്ക് ഉണ്ടോ മക്കളെ? ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഗ്രൂപ്പിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പിംഗ്. ഇത് ഞാൻ ഫ്രീ ക്ലാസ് ആയി അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൈലബിൾ ആക്കി തരാം കേട്ടോ. എന്തായാലും ഗ്രൂപ്പിംഗ് വരും. എക്സാമിൻ ഫീൽഡ് റിലേറ്റഡ് ടു ഡിസിപ്ലിൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ സൈക്കോളജിക്കൽ, അതായത് ദാരിദ്ര്യത്തിന്റെ സൈക്കോളജിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി എക്സാമിൻ ഹൗ ദ ഹാർംഫുൾ എഫക്ട് ഓഫ് മീഡിയ ഇൻഫ്ലുവൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. മീഡിയ കൊണ്ടുള്ള ഹാർംഫുൾ എഫക്ട് എങ്ങനെ കുറയ്ക്കാം? ആദ്യം മീഡിയ എന്താണെന്നും മീഡിയ ഇൻഫ്ലുവൻസ് എന്താണെന്നും എഴുതിയ ശേഷം വേണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് എഴുതേണ്ടത് കേട്ടോ. എക്സ്പ്ലെയിൻ ഹൗ പണിഷ്മെന്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി ടു റെഡ്യൂസ് അഗ്രഷൻ. കേട്ടോ, പണിഷ്മെന്റ് വഴി എങ്ങനെ അഗ്രഷൻ കുറയ്ക്കാം. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രഷൻ ആൻഡ് ജെൻഡർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. കേട്ടോ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രഷൻ ആൻഡ് ജെൻഡർ റോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരു വരുമ്പോഴും ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ട്. എക്സാമിൻ ദ കോഗ്നിറ്റീവ് പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് ആൻസൈറ്റി. ആൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ് ആണ് ഉള്ളിനുള്ളിൽ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പാറ്റേൺ. ഇനി എസ്സേ ആയിട്ട് വരുന്നത് ഡിസ്ക്രൈബ് കോമൺ ബയാസസ് ദാറ്റ് ഇമ്പാക്ട് ആക്യുറസി ഓഫ് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്. നമ്മൾ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് നടത്തുമല്ലോ, ഒരാൾക്ക് ഇന്നതാണെന്ന് രോഗം എന്ന് ക്ലിനിക്കലി ജഡ്ജ് ചെയ്യും നമ്മളൊക്കെ കേട്ടോ. ക്ലിനിക്കലി ജഡ്ജ് ചെയ്യുന്ന സമയത്ത് വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? ഒബ്സർവർ എഫക്റ്റും ആക്ടർ എഫക്റ്റും എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. എക്സാമിൻ ദ വേരിയസ് സൈക്കോളജിക്കൽ തിയറീസ് ഓഫ് അഗ്രഷൻ. അഗ്രഷൻ നല്ല ആ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞുതരാം. ഇവിടെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് എന്താണെന്നും ഒക്കെ എഴുതിയിട്ട് വേണം നമ്മള് എന്തൊക്കെയാണ് കോമൺ ബയാസസ് എന്ന് എഴുതാൻ കേട്ടോ. ഇനി തിയറീസ് ഓഫ് അഗ്രഷൻ. എനിക്ക് തോന്നുന്നു തിയറീസ് ഓഫ് അഗ്രഷൻ ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് എപ്പോഴും കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്റെ അറിവിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.
അപ്പോ എല്ലാ അഗ്രഷൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്ന് കാണാറ് ഉണ്ട്. ഇപ്പോഴും ലോഡായില്ലല്ലോ ഭർത്താവേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെയാണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ആവുന്നേ ഇല്ല. ലാപ്പ് ഇന്നലെ പൂട്ടി വെച്ചതാ. ഇന്നലെ എനിക്കൊരു ഇഫ്താർ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അന്നേരം പൂട്ടി വെച്ചതാണ്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏപ്രിൽ ബാച്ച് ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. 2 സീറ്റ് കൂടി ബാക്കിയുള്ളൂ. അതിന് 2 പിള്ളേർ വന്നിട്ടുണ്ട്. മെയ് ബാച്ചിലും സീറ്റ്സ് ഉണ്ട്, ഒരു 8ഓളം സീറ്റ്സ് ഉണ്ട്. ഇന്റേൺഷിപ്പിന് ആർക്കെങ്കിലും മെയ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. ID കാർഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം കേട്ടോ. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഏപ്രിൽ ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. 2 സീറ്റ് കൂടി ഉള്ളൂ. അതിന് 2 പേര് വന്നിട്ടുണ്ട്. അവർ വന്നാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ആരാണോ ആദ്യം. നമുക്ക് അങ്ങനെ സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആരാണോ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തത് അവർക്കാണ് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുക. ഇത് ഡൗൺലോഡ് ആവുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ 23 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പിന്നെ മൊബൈലിൽ നോക്കിയിട്ട് റീഡ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അതിൽ വരുമ്പോ ഷെയർ ചെയ്യാം കേട്ടോ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഡിഫൈൻ ഗ്രൂപ്പ് തിങ്ക്. അപ്പൊ മനസ്സിലാക്കിക്കേ, ഗ്രൂപ്പ് തിങ്ക് എന്താണ്? ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പ് തിങ്ക്. ഡിസ്ക്രൈബ് ഹൗ പ്രൊവോക്കേഷൻ ലീഡ് ടു അഗ്രഷൻ. എന്താണ് പ്രൊവോക്കേഷൻ? ഒരാളെ പ്രൊവോക്ക് ചെയ്യുക. ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അഗ്രഷനിലേക്ക് എത്തിക്കുന്നത്? എക്സ്പ്ലെയിൻ റോൾ ഓഫ് സെൽഫ് റെഗുലേഷൻ ഇൻ കൺട്രോളിങ് അഗ്രഷൻ. സെൽഫ് റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ അഗ്രഷൻ കുറയ്ക്കുമെന്ന്. ഡിസ്ക്രൈബ് എക്സിറ്റേഷൻ ട്രാൻസ്ഫർ തിയറി. ലിസ്റ്റ് ദ കോൺസിക്വൻസസ് ഓഫ് ചൈൽഡ് ലേബർ. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് അഗ്രഷൻ. ടെമ്പറേച്ചർ കൂടുമ്പം, ഒത്തിരി കൂടുന്ന സമയത്ത് നമുക്ക് അഗ്രഷൻ വരാറുണ്ട്. അതൊരു തിയറി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ചൂടൊക്കെ ഒത്തിരി കൂടുക അങ്ങനെയൊക്കെ ഉള്ളാകുമ്പം നമുക്ക് അഗ്രഷൻ വരാറുണ്ട്. ഇനി എക്സാമിൻ ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ. അഗെയിൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് സം സൈക്കോളജിക്കൽ കോൺസിക്വൻസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് കാരണം വരുന്ന സൈക്കോളജിക്കൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ സോഷ്യൽ സൈക്കോളജിസ്റ്റ് യൂസ് ന്യൂറോ സയൻസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ. അതായത് സോഷ്യൽ സൈക്കോളജിയും ന്യൂറോ സയൻസുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ എല്ലാ ബന്ധവും കൂടിയും, അതായത് സോഷ്യൽ സൈക്കോളജിക്ക് മറ്റു ബ്രാഞ്ചുകളുമായിട്ടുള്ള റിലേഷൻ ഒന്നെങ്കിൽ ഒരെണ്ണം മാത്രമുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടും ചോദിക്കാം. അടുത്താണ് ഡിസ്ക്രൈബ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഡിഫൈൻ കോഗ്നിറ്റീവ് ഡിസോണൻസ്. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ മോട്ടിവേഷണൽ കോൺസിക്വൻസസ് ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ മോട്ടിവേഷണൽ കോൺസിക്വൻസസ് ആണ് ചോദ്യം. കണ്ടോ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആട്ടോ എല്ലാം വന്നിരിക്കുന്നത്. നേരെ പണ്ടൊക്കെ ചോദിക്കുന്ന മാതിരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഇനി എക്സ്പ്ലെയിൻ ദ ജനറൽ അഗ്രഷൻ മോഡൽ. എക്സ്പ്ലെയിൻ ദ ജനറൽ അഗ്രഷൻ മോഡൽ. എക്സാമിൻ ഫീൽഡ്സ് റിലേറ്റഡ് ടു ദി ഡിസിപ്ലിൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. കണ്ടോ, സോഷ്യൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകൾ എന്തായാലും ചോദിക്കുന്നത്. ഐ തിങ്ക് ഫസ്റ്റ് ചാപ്റ്ററിലാണ് അത് ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഡിസ്ക്രൈബ് ദ ബോബോഡോൾ എക്സ്പെരിമെന്റ്. നമ്മുടെ ഒബ്സർവേഷൻ ലേണിംഗില് നമ്മുടെ ബന്ധൂര് ചെയ്ത ബോബോഡോൾ എക്സ്പെരിമെന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഡിസ്ക്രൈബ് ചെയ്യാൻ 5 മാർക്കിന് വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാട്ടോ.
എക്സാമിൻ ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ പ്രോബ്ലം. സോഷ്യൽ പ്രോബ്ലം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റേജസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ആട്രിബ്യൂഷൻ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിപ്രസീവ് സിംറ്റംസ്. ഡിപ്രസീവ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ ആട്രിബ്യൂഷൻ, നമ്മൾ പലതും അനുമാനിച്ചിട്ടാണ്, ഞാൻ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ അനുമാനിച്ചിട്ടാണ് ഡിപ്രഷൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതാണ് ആട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിപ്രസീവ് സിംറ്റത്തിലേക്ക് എത്തിക്കുന്നത്. എക്സാമിൻ ദ കോമൺ ബയാസസ് ഇൻ ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്. കണ്ടോ, 5 മാർക്കിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ല 10 മാർക്കിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ 5 മാർക്കിന് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ഗ്രൂപ്പ് തിങ്ക് ക്യാൻ ബി പ്രിവെന്റഡ്. ഗ്രൂപ്പ് തിങ്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. ഇനി എക്സാമിൻ ദ ഫീൽഡ് റിലേറ്റഡ് ടു ഡിസിപ്ലിൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഫീൽഡ് എനിക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. Examine the consequence of media violence and suggest some strategies to reduce its harmful side effect. എങ്ങനെയൊക്കെ മീഡിയ വയലൻസ് ഉണ്ടാവുന്നു, എന്തൊക്കെ രീതിയിൽ നമുക്ക് മീഡിയ വയലൻസ് ഒഴിവാക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഈ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എനിക്കൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ലോഡ് ആവുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, ലോഡ് ആവുന്നില്ല. ഞാൻ എന്തായാലും വായിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ചൈൽഡ് ലേബർ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് ചൈൽഡ് ലേബർ ചോദിച്ചിട്ടുണ്ട്. ഡ്രൈവ് തിയറി ഓഫ് അഗ്രഷൻ ചോദിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡിസോണൻസ് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കോഗ്നിറ്റീവ് ഡിസോണൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ ബേസിസ് ഓഫ് അഗ്രഷൻ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ബേസിസ് ഓഫ് അഗ്രഷൻ. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്താണെന്ന്, ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ കുറെ കാലം ഒരു എന്താ പറയാ ഒരു ഹാർനസിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പിന്നീട് മറികടക്കാനും ഉള്ള ഒരു അവസരം കിട്ടിയാൽ പോലും നമ്മൾ അവിടെ തന്നെ നിൽക്കും, ചാടിക്കടക്കത്തില്ല. അതായത് ഒരു ഡോഗിന് എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് കൃത്യമായിട്ടും സെലിഗ്മാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കുറേ കാലം കടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു എന്താ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം വന്നാൽ പോലും ഇതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റൂല എന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ പോലും സ്വീകരിക്കാതെ ആ പ്രശ്നത്തിൽ തന്നെ കുടുങ്ങി കിടക്കും. അതാണ് ലേൺ. ആ ഹെൽപ്ലെസ്നെസ് ലേൺഡ് ആണ്. എനിക്കിത് പറഞ്ഞിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്തത്, കുറെ കാലം ഷോക്കില് നിന്നൊരു പട്ടീനെ വേറൊരു ബോക്സ് കൊണ്ടുവച്ചു. ഒരു ബോക്സിൽ ഷോക്ക് ഉണ്ട്, ഇപ്പുറത്തെ ബോക്സിൽ ഷോക്ക് ഇല്ല. ശരിക്കും പട്ടിക്ക് കൂടെ ചാടിയ ഷോക്ക് ഉണ്ട്, പക്ഷെ പട്ടി വിചാരിക്കുന്ന ഈ ഷോക്ക് എനിക്ക് എപ്പോഴും ഏൽക്കുന്നതാണ്, ഞാൻ ഇത് രക്ഷപ്പെടില്ല വെച്ചിട്ട് ആ ഷോക്കും ഏറ്റവിടെ ഇരിക്കുകയാണ്. ഇതാണ് മാർട്ടിൻ സെലിഗ്മാന്റെ ലേൺഡ് ഹെൽപ്ലെസ്നെസിന്റെ എക്സ്പെരിമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് GAM, ജനറൽ അഗ്രഷൻ മോഡൽ ആണ്. GAM ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തിങ്ക് ചോദിച്ചിട്ടുണ്ട്. അഗൈൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പോവർട്ടി സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. പോവർട്ടിയിൽ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് സോഷ്യൽ പ്രോബ്ലത്തിൽ എനിക്ക് തോന്നുന്നു പോവർട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും വരുന്നത് കേട്ടോ. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്താണ്, ഒരു ഗോൾ ബ്ലോക്ക് ആവുകയോ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണെങ്കിലോ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, അത് നമ്മൾ അഗ്രഷനിലേക്ക് എത്തിക്കും എന്നാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസിലൂടെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഇൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ്. സോഷ്യൽ ഇഷ്യൂസിന് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ പ്രാധാന്യമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ സെൽഫ് പ്രസന്റേഷൻ തിയറി ഓഫ് ഡിപ്രഷൻ. ഒന്നെങ്കിൽ ഹോപ്പ്ലെസ്നെസ് തിയറി അല്ലെങ്കിൽ സെൽഫ് പ്രസന്റേഷൻ തിയറി എപ്പോഴും വന്ന് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി പൊട്ടൻഷ്യൽ ക്രോസ് ഇൻ ക്ലിനിക്കൽ പൊട്ടൻഷ്യൽ ഇറേഴ്സ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. കണ്ടോ, 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ വരുന്ന തെറ്റുകൾ. അതുപോലെ ഡിസ്കസ് ദ എഫക്ട് ഓഫ് എക്സ്പോഷർ ടു പോർണോഗ്രാഫി അറ്റ് ആൻ ഏർലി സ്റ്റേജ് ഇൻ ലൈഫ്. കണ്ടോ,
പോണോഗ്രാഫി ഏർലി സ്റ്റേജിൽ വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുക? ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ സോഷ്യലിൽ മാത്രമാണ് നമുക്ക് ഗ്യാസ് അടിച്ച് എഴുതാൻ പറ്റുക. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നീട്ടി വലിച്ച് എഴുതാൻ പറ്റുന്ന ഒരേ ഒരു സബ്ജക്ട് സോഷ്യലാണ്. സോ സമകാലീന പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. Discuss the measures to empower the people against domestic violence. Domestic violence ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് വയലൻസിന് എതിരെ ആളുകളെ എങ്ങനെ എംപവർ ചെയ്യിക്കാം? What are the causes and consequences of extreme poverty? എന്ത് കാരണം കൊണ്ട് വരുന്നു എക്സ്ട്രീം പോവർട്ടി? അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഷോർട്ടസ്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് അഗ്രഷൻ ആൻഡ് മെഷേഴ്സ്. അഗ്രഷൻ ആൻഡ് മെഷേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സ്. ഓക്കെ ആണോ? ഇത് 80 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ അതിനെക്കൊണ്ട് 4 എസ്സേ ഉണ്ട്. ഓക്കെ ആണോ? പറഞ്ഞേ. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററി ആണ് ഫസ്റ്റ് എസ്സേ. എലിസിഡേറ്റ് ദ ഹിസ്റ്ററി ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. രണ്ടാമത്തത് ഡിഫൈൻ അഗ്രഷൻ ആൻഡ് ഇറ്റ്സ് കോഴ്സസ്. അഗ്രഷനും അതിന്റെ കാരണങ്ങളും കാര്യങ്ങൾ, ഐ മീൻ എന്തുകൊണ്ട് അഗ്രഷൻ വരുന്നു എന്നും. എക്സ്പ്ലെയിൻ മെത്തേഡ് ടു റെഡ്യൂസ് അഗ്രഷൻ. അഗ്രഷൻ കുറയ്ക്കാണ്. അപ്പൊ അഗ്രഷൻ ഒരു ക്വസ്റ്റ്യൻ എന്താ? അഗ്രഷൻ വൃത്തിക്ക് പഠിച്ചോളൂ കേട്ടോ. ഇനി ഇവാലുവേറ്റ് ദ മെറിറ്റ്സ് ഓഫ് അപ്ലൈങ് സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മനസ്സിലാക്കാനുള്ള സോഷ്യൽ സൈക്കോളജി പെർസ്പെക്റ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എനി 2 സോഷ്യൽ പ്രോബ്ലം. ഏതെങ്കിലും 2 സോഷ്യൽ പ്രോബ്ലത്തിന്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. അപ്പൊ നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മള് ഫ്രീ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഗ്രൂപ്പിൽ ഇട്ടുതരാം. അതില് സോഷ്യൽ സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹിസ്റ്ററി ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ അതും നമ്മുടെ വീഡിയോയിലുണ്ട്. ഇതേ സംഭവം തന്നെയാണ് MSc-ക്കാർക്കുള്ളത്. വേണമെങ്കിൽ അവരുടെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടുതരാം. MSc-യുടെ മൂഡ് ഡിസോർഡറിന്റെ വീഡിയോ കണ്ടവരുണ്ടായിരുന്നോ? അബ്നോർമലിന് ഒന്ന് പറഞ്ഞേ. മൂഡ് ഡിസോർഡറിൽ അതുപോലെ ഗ്രൂപ്പ് തിങ്ക് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടുതരാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഗ്രൂപ്പ് തിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ് തിങ്ക് നന്നായിട്ട് പഠിച്ചോളാം. ഗ്രൂപ്പ് തിങ്ക് ആണ് എന്താണ് ക്ലിനിക്കൽ സൈക്കോളജിയും അതുപോലെ അതിൽ സോഷ്യൽ സൈക്കോളജി ആണ് പറയുന്നത്. എന്തോ ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോ സെക്കൻഡ് ചാപ്റ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈങ് സോഷ്യൽ സൈക്കോളജി ടു ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി ആണ്. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ട് സോഷ്യൽ സൈക്കോളജിയുടെ ബന്ധമാണ് ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സൈക്കോളജിക്കൽ റൂട്ട് ഓഫ് ആൻസൈറ്റി. അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രോഗങ്ങൾ പലതും ഫിസിക്കലി, മെന്റലി ഓർ സോഷ്യലി കണക്റ്റഡ് ആണ്. അതായത് ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കുന്നത് അയാള് മാനസികപരമായും സാമൂഹികപരമായും അതുപോലെ തന്നെ ശാരീരികപരമായും, അതായത് വെറും ശരീരത്തിന് രോഗമില്ല എന്ന് വെച്ചാൽ ആരും ആരോഗ്യവാനൊന്നുമല്ല. അപ്പം അയാളുടെ ചുറ്റുമുള്ള ആൾക്കാർ, അതാണ് സൊസൈറ്റി. ഇപ്പൊ സൊസൈറ്റിക്ക് നല്ല പങ്കുണ്ട്, അല്ലെങ്കിൽ സോഷ്യലി ഉള്ള നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് രോഗങ്ങൾ വരാം. അതുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും ഒക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് സെൽഫ് പ്രസന്റേഷൻ തിയറി. ലെറി ആൻഡ് കൊവാൽസ്കി ആണ് ഡെവലപ്ഡ് എ ബ്രോഡ് സോഷ്യൽ സൈക്കോളജിക്കൽ
blueprint for social anxiety that shed light on its origin, maintenance and treatment. എന്തുകൊണ്ട് സോഷ്യൽ ആൻസൈറ്റി വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെറി ആൻഡ് കൊവാൽസ്കി 1995 സെൽഫ് പ്രസന്റേഷൻ തിയറി എന്നൊരു തിയറി കൊണ്ടുവന്നത്. സോഷ്യൽ ആൻസൈറ്റിയുടെ ബ്ലൂ പ്രിന്റ് ആട്ടോ. In other words, the theory is useful because it not only explains the psychology. ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് പ്രസന്റേഷൻ തിയറിയാണ്. അതായത് ലെറി ആൻഡ് കൊവാൽസ്കി 1995 ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് സെൽഫ് പ്രസന്റേഷൻ തിയറി. എന്തുകൊണ്ട് ഒരാൾക്ക് മാനസിക രോഗം വരുന്നു എന്ന്, സോഷ്യൽ ആൻസൈറ്റി വരുന്നു, ശ്രദ്ധിക്കണേ, എന്തുകൊണ്ട് ഒരാൾക്ക് സോഷ്യൽ ആൻസൈറ്റി വരുന്നു എന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഈ സെൽഫ് പ്രസന്റേഷൻ തിയറി. In other words, the theory is useful because it not only explains the psychological chain of events that make people vulnerable to experiencing anxiety, but also describe how symptoms of social anxiety might be reduced. കണ്ടോ, സെൽഫ് പ്രസന്റേഷൻ തിയറിയിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ഒരാൾക്ക് സോഷ്യൽ ആൻസൈറ്റി വരുന്നു, എങ്ങനെ അത് കുറയ്ക്കാം. രണ്ടും സെൽഫ് പ്രസന്റേഷൻ തിയറിയിലൂടെ ലെറി ആൻഡ് കൊവാൽസ്കി പറയുന്നുണ്ട്. According to Lerry and Kowalski, a person become prone to experience a fearful response in social circumstances where two conditions are present: high self-presentational motivation and low self-efficacy. ശ്രദ്ധിക്കണേ, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് സോഷ്യലി ആൻസൈറ്റി, ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരാൾക്ക് ആൻസൈറ്റി വരാൻ രണ്ട് കാരണങ്ങൾ ഉണ്ട് എന്നാണ് ലെറി ആൻഡ് കൊവാൽസ്കി വരുന്നത്. ഒന്ന്, ഹൈ സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷനും ലോ സെൽഫ് എഫിക്കസിയും. നോക്കിക്കേ, സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷൻ refers to the degree to which people are concerned with how other perceive them. കേട്ടോ, മറ്റുള്ളവർ എന്നെ എങ്ങനെ വിചാരിക്കും, മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും. അയ്യോ, മറ്റുള്ളവർ, ഞാനിപ്പോ പ്രസംഗിക്കാനൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മടിയാണ്. അത് രണ്ട് കാര്യമാണ്. ഒന്നെന്താണ് ഹൈ സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷൻ, അതായത് മറ്റുള്ളവർ എങ്ങനെ എന്നെ പെർസീവ് ചെയ്യും എന്നുള്ള വിചാരം. When self-presentational motivation is high, people are very concerned with ensuring that what have a particular image. കണ്ടോ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു, കൺസേൺ ഹൈ ആയി കിടക്കുമ്പോഴാണ് സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷൻ ഹൈ ആയിരിക്കുക. People who have low self-presentational motivation do not care as much. നേരെ വെച്ച് സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷൻ കുറവാണെങ്കിൽ, എനിക്ക് കുറവാണ്, ഞാൻ എവിടെ വേദി കിട്ടിയാലും കയറി പ്രസംഗിക്കും. അപ്പം മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെയാണ്, ആ മറ്റുള്ളവർ എന്നെ എങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളതാണ് ഹൈ സെൽഫ് പ്രസന്റേഷണൽ മോട്ടിവേഷൻ. ഇനി സോഷ്യൽ എഫിക്കസി is defined as a person level of confidence in his or her ability to convey a particular image to another person. മറ്റൊരാളുടെ എന്റെ കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് എനിക്ക് ലോ സെൽഫ് പ്രസന്റേഷൻ മോട്ടിവേഷൻ ലോ ആണ്, സെൽഫ് എഫിക്കസി ഹൈ ആണ്. നിങ്ങൾക്കറിയാം, പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ സൈക്കോളജി ക്ലാസ്സസ് സ്കൂൾസിലൊക്കെ പോയി എടുക്കാറുള്ളതാണ്. എനിക്ക് എന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസും ഉണ്ട്. മറ്റുള്ളവർ എന്നെ ഇങ്ങനെ പെർസീവ് ചെയ്യുന്നുള്ള ചിന്തയൊന്നും തന്നെ ഞാൻ കെയർ ചെയ്യുന്നില്ല. സോ എനിക്ക് ഒരു സോഷ്യൽ ആൻസൈറ്റി ഇല്ല. പക്ഷേ സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർക്കോ മറ്റുള്ളവർ അവരെങ്ങനെ പെർസീവ് ചെയ്യുന്നത് ഹൈ ആയിരിക്കും, അവർക്ക് അവരുടെ കാര്യം കൺവേ ഉള്ള കോൺഫിഡൻസ് ലോ ആയിരിക്കും. അപ്പൊ ഹൈ സെൽഫ് പ്രസന്റേഷൻ മോട്ടിവേഷനും ലോ സെൽഫ് എഫിക്കസിയുമാണ് എന്തിന്റെ കാരണം, സോഷ്യൽ ആൻസൈറ്റിയുടെ കാരണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ സോഷ്യൽ സൈക്കോളജിക്കൽ മോഡൽ ഓഫ് ഡിപ്രഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. അതിൽ ഹോപ്പ്ലെസ്നെസ് നമുക്ക് എല്ലാം പറയാനുള്ള സമയം ഇല്ല കേട്ടോ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സെൽഫ് പ്രസന്റേഷൻ തിയറി വരുന്നുണ്ട്. ഇതിൽ തന്നെ ഡിപ്രഷന്റെ ആട്ടോ, ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ, HTD ആണ് വരുന്നത്. അതായത് the hopelessness theory was developed as a response to limitation of Seligman's learned helplessness theory of depression developed by in 1972. കണ്ടോ, നമ്മുടെ മാർട്ടിൻ സെലിഗ്മാന്റെ ഹെൽപ്ലെസ്നെസ് തിയറിക്ക് ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ വന്നിട്ടുള്ളത്. ഈ തിയറി കൊണ്ടുവന്നത് എബ്രഹാം മെറ്റാൽസ്കി ആൻഡ് അലോയ് ആണ് 1989 According to this theory, those who attribute a negative event to internal stable and a global cause were greater likelihood of developing a depression. കണ്ടോ, ഒരു
ആള് ഒരു പ്രശ്നം വന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എല്ലാ വിഷയത്തിലും ജയിച്ചു, പക്ഷെ ഒരു വിഷയത്തിൽ തോറ്റുപോയി. അപ്പോ ആ കുട്ടി ആ ഒരു ഇവന്റിനെ ഇന്റേണൽ, ഞാൻ കാരണമാണ്, സ്റ്റേബിൾ, ഇനി ഒരിക്കലും ഞാൻ ഈ വിഷയത്തിൽ ജയിക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകും, ഗ്ലോബൽ, ഇതെനിക്ക് മാത്രം, അല്ലെങ്കിൽ എന്റെ എല്ലാ മേഖലയിലും ഇത് സംഭവിക്കും എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിപ്രഷൻ വരും. നോക്കിയ ഇന്റേണൽ, ഞാൻ കാരണമാണ്, സ്റ്റേബിൾ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും ഇനി ജയിക്കാൻ പോകുന്നത്, ഇതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോകും, ഞാൻ തോറ്റു പോകും. ഗ്ലോബൽ, എന്റെ എല്ലാ ഏരിയയും, ഇതോടെ എന്റെ ഡിഗ്രി പഠനമേ തീർന്നു, ഇനി ഞാൻ എന്റെ ജീവിതത്തിലേ വിജയിക്കാൻ പോകുന്നില്ല, ഈ രീതിയിലാണ് ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പം, എടാ ഈ തിയറിയിൽ നമ്മൾ പറയുന്നത് ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ, ഇപ്പൊ ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ ആണ് പറയുന്നത്. ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ പ്രകാരം ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഒരു ഇവന്റിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഇന്റേണൽ, സ്റ്റേബിൾ, ഗ്ലോബൽ ആയിട്ടാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എല്ലാവർക്കും ഡിപ്രഷൻ വരൂല. ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷൻ സജസ്റ്റ് ദാറ്റ് ഡിപ്രസീവ് സിംപ്റ്റം ആർ മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ വെൻ 2 factors ആർ പ്രസന്റ് അറ്റ് എ ടൈം. 2 ഫാക്ടേഴ്സ് പ്രസന്റ് ആയിരിക്കണം. ഇപ്പൊ ഏത് മാനസിക രോഗത്തിനും കേട്ടോ 2 ഫാക്ടേഴ്സ്, ഒന്ന് വൾണറബിൾ ആയിരിക്കണം. ഇപ്പൊ നോക്കിക്കേ, പിന്നെ മറ്റേ തറവാടിന്റെ പേരെന്തായിരുന്നു, മാടമ്പള്ളി, നമ്മുടെ തെക്കിനിയുള്ള മാടമ്പള്ളിയിലെ ആര് പോയാലും അവർക്ക് നാഗവല്ലിയും അതുപോലെ DIDയും വരില്ല. ഗംഗ എന്ന വൾണറബിൾ പേഴ്സൺ. എന്തുകൊണ്ടാണ് ഗംഗ വൾണറബിൾ ആണെന്ന് പറയുന്നത്? ഗംഗയ്ക്ക് ചൈൽഡ്ഹുഡില് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചൈൽഡ്ഹുഡില് ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്, പാരന്റ്സ് പിന്നെ ഉണ്ടായിരുന്നില്ല കൂടെ, അതുപോലെ തന്നെ ഭയങ്കര അനാചാരങ്ങളും ആഭിചാരങ്ങളൊക്കെ, അല്ലെങ്കിൽ കളമ്പാട്ട് പോലെയുള്ള കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്തൊരു ഫാമിലിയും കൂടി ആയിരുന്നു ആരത്, ഗംഗയുടേത്. ഗംഗ വൾണറബിൾ പേഴ്സൺ ആയതിനെ കൊണ്ടാണ് അവിടെ മാടമ്പള്ളി പോയപ്പോ ഗംഗയ്ക്ക് DID വന്നത്. അപ്പൊ ഏത് രോഗത്തിനാണെങ്കിലും ആള് വൾണറബിൾ വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം. അതാണ് വൾണറബിലിറ്റി. ജനറ്റിക് ആവാം, ലൈഫ് എക്സ്പീരിയൻസ് ആവാം, ചൈൽഡ്ഹുഡ് ആവാം, വൾണറബിൾ ആയിരിക്കണം. ഈ വൾണറബിൾ ആണ്. ഓൾറെഡി ഒരാൾ ഭയങ്കര വൾണറബിൾ ആണ്, കുടുംബത്തിലായിരുന്നപ്പോൾ ഡിപ്രഷൻ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരാള് എപ്പോഴും എക്സാമിന് തോറ്റുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് എൻവയോൺമെന്റ് സർക്കംസ്റ്റൻസ്, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷൻ. വൾണറബിലിറ്റി ആൻഡ് നെഗറ്റീവ് എൻവയോൺമെന്റൽ സർക്കംസ്റ്റൻസ് ആണ് ഒരാൾക്ക് എന്തുണ്ടാക്കുന്നതെന്ന് പറയുന്നത്, ഡിപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. എന്ത്, നമ്മുടെ ഹോപ്പ്ലെസ്നെസ് തിയറി ഓഫ് ഡിപ്രഷനിൽ പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? STD നല്ലോണം നോക്കിക്കോളോണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞത് ബിക്കോസ് 10 മാർക്കിന് വരെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന് എഴുതാൻ മാത്രമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചുരുക്കി പറഞ്ഞുതരാട്ടോ. 10 മാർക്കിന് എഴുതാൻ പാകത്തിലുണ്ട്. നോക്കിക്കേ, the diagnosis of psychological disorders and bias in clinical decision making. ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ വന്നു, അയാളെ കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് അയാൾക്ക് ഇന്ന രോഗമാണ് എന്ന് ഡിസൈഡ് ചെയ്യില്ല, ഇന്ന ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് തീരുമാനിക്കുമ്പോഴും, ഇപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്, മിക്കവാറും ഒന്നുകിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കും, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ എക്സ്റേ എടുപ്പിക്കും. എന്നിട്ടൊക്കെയാണ് അവർ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടാണ് നമ്മുടെ ചികിത്സ തരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു എക്യുപ്മെന്റും ഇല്ല. ഇവർക്ക് ഡിപ്രഷൻ ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, നമ്മൾ അവര് പറയുന്ന കഥകള്, അവരുടെ ലൈഫ് സ്റ്റോറി, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്റേൺഷിപ്പിൽ മെയിൻ ആയിട്ടും അതാട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഒരു കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്, അതായത് ഒരാൾക്ക് എന്ത് മാനസിക പ്രശ്നമാണ് നമ്മൾ എങ്ങനെ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് വിശദമായിട്ട്, അതാണ് പഠിച്ചിരിക്കേണ്ടതും. സോ അവിടെ നമുക്ക് ഇറർ വരാം. നമ്മളെ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസൈറ്റി ആണ് അല്ലെങ്കിൽ ഡിപ്രഷൻ ആണെന്ന് പറയുമ്പോൾ ഇറർ സംഭവിക്കാം. ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എനി എക്യുപ്മെന്റ്, ഇവർ പറയുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ്. സോ അങ്ങനെ വരാവുന്ന ഇറേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. Because of this section, understanding the process by which clinician assess a diagnosis their clients. ഇതിൽ പറയുന്നത് ക്ലിനിഷ്യൻസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഐ എം എ ക്ലിനിഷ്യൻ
I'm a consultant psychologist. Clinician, whether they are psychologists, psychiatrists, social workers, or other, are generally high-skilled professionals whose goal is to identify and elevate the people's emotional and behavioral problems. The goal എന്ന് പറയുന്നത് എന്താണ്? Emotional and behavioral problems കണ്ടെത്തുക എന്നാണ്. Research in clinical psychology has demonstrated that mental health practitioners are effective at treating mental illness. നമ്മൾ effective ആയിട്ടാണ് mental illness treat ചെയ്യുന്നത്. But clinicians are also humans. As a result, they sometimes make the kinds of errors in judgment and thinking that afflict all the people from time to time. കേട്ടോ, നമ്മൾ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ജഡ്ജ്മെന്റിലും ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റാം. ഓക്കെ, എന്താണ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്? We mean the process of judge what is wrong with the client, assessment or diagnosis, and choosing among alternative approaches to treatment. എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരിപ്പുണ്ട് 13ഓളം. നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാല് ആളുകളുടെ രോഗം അങ്ങോട്ട് പടേന്ന് അങ്ങ് മാറുന്നു അല്ലേ? നമ്മുടെ ഒക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ അപ്പാസ് വെൽനസിലെ കേസ് റിപ്പോർട്ടാണ് കേട്ടോ. പേഷ്യന്റിന്റെ കേസ് റിപ്പോർട്ട്. യെസ്, 13ഓളം പേജ് വരുന്നുണ്ട്. ഇന്റേൺഷിപ്പിന് വന്നവർക്കറിയാം, 13ഓളം പേജ് വരുന്ന കേസ്. ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കല്ല, അവര് പറയുന്ന കഥയിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ ചെക്ക് ചെയ്ത് 13 പേജസ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുന്നത്. അതിനെയാണ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എന്നിട്ടാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. എല്ലാ രോഗത്തിനും എല്ലാ വരുന്ന പേഷ്യൻസിനും ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കില്ല കേട്ടോ. ചിലപ്പോൾ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് മതിയാവും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആണ് വരുന്നത്. അപ്പൊ എന്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഷി വാസ് എ മെഡിക്കൽ പ്രൊഫഷണൽ. ഭയങ്കര ഒരു എന്താ പറയാ ദേഷ്യം, ഭയങ്കരമായിട്ട് ദേഷ്യം. ഒരു ന്യൂലി മോമാണ്, ഭയങ്കര ദേഷ്യമാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും പൊട്ടിത്തെറിക്കാന്നൊക്കെയാണ്. അപ്പം ഞാൻ കേസ് അസസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരിക്കല്ല പ്രശ്നം, പുള്ളിക്കാരുടെ അമ്മ കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പം അമ്മയായിട്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു അടുപ്പമില്ല. കാരണം അമ്മ ഒരു അഡോളസൻസ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയത്. ഹോസ്റ്റലാണ്. ഇവരെ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. ഇപ്പൊ അമ്മ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഇത് പുള്ളിക്കാരുടെ അനിയത്തി എപ്പോഴും പറയല അമ്മയുടെ കൂടെ ബുദ്ധിമുട്ടാണെന്ന്. നോക്കുമ്പോൾ ഈ പുള്ളിക്കാരുടെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് അമ്മ കൂടെ താമസിക്കാൻ വന്നത്. അപ്പൊ അമ്മ എന്തിനു പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിനെ നോക്കാൻ അറിയില്ല, വലിയ ഡോക്ടറായിട്ട് കാര്യമില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവളുടെ ഉള്ളിൽ എന്താ, ഞാനൊരു മോശം അമ്മയാണെന്നിട്ട് വിചാരിച്ചുകൊണ്ട് ഇവൾ എല്ലാരോടും പൊട്ടിത്തെറിക്കുകയാണ്. അതിൽ കുഞ്ഞിനെ ഇവൾക്ക് കൊടുക്കുക പോലും ഇല്ല, നിനക്ക് നോക്കാൻ അറിയില്ല. അപ്പൊ അവിടെ അമ്മയായിരുന്നു പ്രശ്നം. കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണ്, അമ്മ കൂടെ ഉണ്ടാകുന്നിടത്തോളം നിങ്ങൾക്ക് ഇത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കെയർ ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്മയെ തിരിച്ച് പറഞ്ഞേക്കുന്ന രീതിയിൽ. അവൾക്ക് തെറപ്പി ഒന്നും ആവശ്യമില്ല. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങള് ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇപ്പൊ അമ്മ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് കാരണം. എല്ലാം നമ്മൾ അവരെ പറയും, ഞാൻ ഇങ്ങനെ നോക്കണം, അവർക്കൊരു എഗ്രഷന്റെ സാധനമൊന്നും കാണുന്നില്ല. ഇത് വെരി എഫിഷ്യന്റ് ഡോക്ടർ, ഞാൻ ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്തു. പിന്നെ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പൊ അമ്മയെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. അതാണ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എല്ലാ രോഗത്തിനും അതാണ് നമ്മുടെ ഒരു സ്കില്ലാണത്. അവിടെയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് അപ്പുറത്താണ് ഇവർക്ക് എന്താണ് പ്രശ്നം. ഇവരോട് തന്നെ പറയുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും, എനിക്ക് 100+ പേഷ്യൻസ് ഇവിടെ വരുന്നു. പലരും വെരി പ്രൗഡ് രോഗമൊക്കെ മാറി ടെർമിനേറ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ അവരൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ, ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതെന്നെ കുറെ അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഡിസിഷൻ, അതാണ് ഫസ്റ്റ് ഇറർ കേട്ടോ. ഫസ്റ്റ് ഇറർ ആണ് false positive. Research on diagnosis and clinical judgment has given somewhat more attention in it. A false positive exists when a diagnostic label is inappropriately given to a client. For example, when a clinician concludes that client is diagnosed with depression, actually client does not have depression. ഇല്ലാത്ത രോഗം പിന്നെ പേഷ്യന്റ് ഉണ്ട് എന്ന് പറയുന്നതാണ്
ഡിപ്രഷൻ. നമ്മൾ ഫസ്റ്റ് സെഷനിലൊന്നും പറയേയില്ല കേട്ടോ. ഈ 13 പേജും ഏകദേശം ഫില്ലായി വരുമ്പോൾ നമുക്ക് തന്നെ നോളജ് ഉണ്ടാവും എന്താണ് രോഗം എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഇന്റേൺഷിപ്പിൽ വരുമ്പോൾ ഈ കേസ് MSc എടുക്കുന്ന എങ്ങനെയാണെന്നും എല്ലാ രോഗങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ശേഷമാണ്. സോ നമുക്ക് അവരുടെ കഥ എനിക്ക് ഇവിടെ തന്നെ ഇന്റേൺസിന് തന്നെയാണ് ഞാനിവിടെ സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്യാറുള്ളത്. PG കഴിഞ്ഞവരെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ അവർക്ക് കേസ് കൊടുക്കുന്ന സമയത്ത് അവർ വന്ന് പറയും, മിസ് ഇതല്ലേ നമുക്ക് കിട്ടുന്നുണ്ട്, അതാണ്. അപ്പൊ ചില സമയത്ത് ഇല്ലാത്ത രോഗം അവർക്ക് ഉണ്ട് എന്ന് പറയാം. അതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഉള്ള രോഗം കാണാതെ പോകുന്നതാണ് ട്രൂ പോസിറ്റീവ്. നോക്കിക്കേ ഇവിടെ ഉണ്ട് ട്രൂ പോസിറ്റീവ്. When the client has depression, client appropriately receive treatment for a condition that he or she actually has potential benefit from the treatment exists, the case described as true positive. ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നത് false positive. ഓൾറെഡി ഡിപ്രഷൻ ഉണ്ട്, അത് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ട്രൂ പോസിറ്റീവ്. ഓക്കെ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നത് false പോസിറ്റീവ്, ഉള്ളത് ഉണ്ടെന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ്. ഓക്കെ ആണോ? ഇനി false negative. Client is not diagnosed with depression. Client does not receive treatment for a condition that he or she actually gets worse. ഡിപ്രഷൻ ഉണ്ട്, പക്ഷെ അത് കണ്ടെത്തിയില്ല. ഓൾറെഡി ഡിപ്രഷൻ നമ്മൾ കണ്ടെത്തിയില്ല, അതാണ് false negative. ഡിപ്രഷൻ ഇല്ലാതാനും അത് കണ്ടെത്തിയുമില്ല, അതാണ് ട്രൂ നെഗറ്റീവ്. നോക്കിയേ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? false പോസിറ്റീവ്. ഉള്ളത് കണ്ടുപിടിക്കുന്നത്, അതായത് ഉണ്ട് അത് കണ്ടുപിടിക്കുകയും ചെയ്തു, അതാണ് ട്രൂ പോസിറ്റീവ്. ഉള്ളത് കാണാതെ പോകുന്നത് ഫാൾസ് നെഗറ്റീവ്. ഇല്ല, സംഭവം ഇല്ല, അത് കണ്ടുപിടിക്കുന്നില്ല, ട്രൂ നെഗറ്റീവ്. ഓക്കെ ആണോ? മാം ട്രൂ നെഗറ്റീവ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഡിപ്രഷൻ ഇല്ല, നമ്മളത് കണ്ടെത്തിയുമില്ല. മനസ്സിലായോ? അതാണ് ട്രൂ നെഗറ്റീവ്. ഇനിയാണ് ബയാസസ് പറയാൻ പോകുന്നത് കേട്ടോ. എഫക്ട്സ് ഓഫ് ലേബലിംഗ് ഓൺ ജഡ്ജ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ്. Social psychologists have found that pre-existing information, that is labels, may sometimes bias clinicians, resulting in false positive or false negative judgment. ഒരാൾ പറയാ എനിക്ക് ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ പറയാണ് മുന്നേ കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിപ്രഷൻ ആണ്. ഓൾറെഡി ഒരു ലേബൽ ഉണ്ടാവാം. ആ ലേബൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളടുത്തൊക്കെ വന്നാൽ അപ്പുറത്ത് പോയിട്ട് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കേസസ് ഒക്കെ ഉണ്ട്, നല്ല രസാട്ടോ. ഈ അടുത്ത എനിക്കൊരു ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ബ്രേക്കപ്പ് ഇഷ്യൂസ് ആണ്. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി. ഞാൻ ഈ അടുത്തൊരു പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു, സാറിന്റെ പോസ്റ്റ്. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സൈക്യാട്രിസ്റ്റ് ഹൈ ആൻസൈറ്റിയുടെ മെഡിസിൻ ആണ് എഴുതി കൊടുത്തത്. ബ്രേക്കപ്പിന്. ആലോചിച്ച് നോക്കിക്കേ, ബ്രേക്കപ്പിന് പോയിട്ട് ഹൈ ആൻസൈറ്റിയുടെ മെഡിസിൻസ്. അപ്പൊ ആ സ്വാഭാവികമായിട്ട് ആ ഷീറ്റ് നോക്കുകയാണ്, അയാൾക്ക് ഹൈ ആൻസൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേബലിംഗ് കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഇയാൾക്ക് ഇതാണ് പ്രശ്നം. അതായത് ലേബലിംഗ് എപ്പോഴും മെന്റൽ ഇൽനെസ്സിന് ഒരു പ്രോബ്ലം ആയിട്ട്. ഇപ്പൊ ഞാൻ ലേബൽ ചെയ്യാൻ എനിക്ക് ആൻസൈറ്റി ആണ്, മറ്റേ വേറെ ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾ പോയി പറയാണ് എനിക്ക് ആൻസൈറ്റി ആണ്, അപ്പൊ അയാൾ ചോദിക്കും അപ്പുറത്തെ ആള് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൂ, സോ ആൻസൈറ്റി ആയിരിക്കും. ഇതിനെയാണ് ലേബലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. Labeling effect refers to a tendency to perceive client in ways that are erroneous owing to reactive effects of an existing psychiatric label. കണ്ടോ, നമ്മൾ എക്സിസ്റ്റിംഗ് സൈക്യാട്രിക് ലേബൽ ഓൾറെഡി ഉള്ള ലേബിൾ വെച്ചിട്ട് തന്നെ അവരെ കാണുന്നതിനെയാണ് ലേബലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഇറർ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി the effect of group stereotypes on clinical judgment. ഗ്രൂപ്പിന്റെ stereotypes. ഇവരാ ചേരി പ്രദേശത്തെ ആൾക്കാരല്ലേ, സോ ഇവരൊക്കെ എന്താണ് ഇതിലായിരിക്കും, ഡ്രഗ് അബ്യൂസ്ഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. അതാണ് എഫക്ട് ഓഫ് ഗ്രൂപ്പ് stereotype. Clinical bias resulting from labeling can be introduced by culturally provided labels and culturally acquired stereotypes. കുറെ stereotypes ഉണ്ട്. ഇപ്പൊ ഒരു ചേരി പ്രദേശത്ത് ഒരു കുട്ടി വരാണ് ആൻസൈറ്റി ആണ്, ഒരു ചേരി പ്രദേശത്തുള്ളതല്ലേ, ഇവരൊക്കെ പഞ്ചാബായിരിക്കും എന്ന് അങ്ങോട്ട് സ്റ്റീരിയോടൈപ്പ് ചെയ്യാം. അതും എന്താണ്, ഒരു ബയാസ് ആണ്.
ഇനി മൂന്നാമത്തത് ദ എഫക്ട് ഓഫ് ആങ്കറിംഗ് ആൻഡ് കൺഫർമേഷൻ ബയാസ്. നോക്കിക്കേ, in clinical context, anchoring effect is defined as a bias that occurs when therapist's first impression about the nature of a client's problem artificially constrict the therapist's subsequent assessment. കേട്ടോ, ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് തോന്നാണ് ഇയാൾക്ക് ഡിപ്രഷൻ ആണെന്ന്, പിന്നെ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നിയ സാധനം തന്നെ ഇതാണെന്ന് ഉറപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആങ്കറിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനിയോ, the very existence of anchoring effect is due mainly to process called a confirmation bias. Without confirmation bias, anchoring would not be pose problem because it would not exist. കണ്ടോ, ആങ്കറിംഗ് എങ്ങനെയാണ് പ്രശ്നമായിട്ട് മാറുന്നത്? കൺഫർമേഷൻ ബയാസ്. ആദ്യ കാഴ്ചയിൽ ഇയാൾക്ക് ഇന്നതാണെന്ന് തോന്നുന്നതാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. അതന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 10 മാർക്കിനൊക്കെ വന്നാൽ റെഡ്യൂസിങ് ഇറേഴ്സ് ആൻഡ് ബയാസ് എമംഗ് പ്രൊഫഷണൽസ്, എങ്ങനെ ഇത് കുറയ്ക്കാമെന്നാണ്. ക്ലിനിഷ്യൻസ് ആർ അറ്റ് ടൈംസ് സസ്പെക്റ്റബിൾ ടു falling victim to the same decision making bias as are lay people. This is because these biases are rooted in cognitive social process that represent fundamental aspect of human information processing. നമ്മൾ ഈ തെറ്റ് വരുത്താനൊക്കെ കാരണം നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്, നമ്മൾ മനുഷ്യന്മാരാണ്. സോ നമുക്കും ബയാസസ് ഒക്കെ വരാം. എങ്ങനെ കുറയ്ക്കാനാണ്? Clinicians are significantly less likely than lay people to experience these biases in their work. Just because lay people fall into these traps more often than do professionals, no reason to be complacent. നമ്മളിപ്പോ ചില ആൾക്കാർ വരുമ്പോൾ യൂട്യൂബ് കണ്ടിട്ടുണ്ടല്ലോ, അത്രയൊന്നും നമുക്ക് ബയാസ് വരില്ല, കാരണം വി ആർ പ്രൊഫഷണൽസ്. എന്നാലും നമുക്ക് ബയാസസ് വരാം. Improving the ability of practitioners to make accurate and unbiased decisions is important because the welfare of client could be improved if the incidence of the biases were diminished. കണ്ടോ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാം, അൺബയാസ്ഡ് ആക്കണം. കാരണം അവരുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ചുമ്മാ കയറിയൊക്കെ, ഇപ്പം ഈ അടുത്ത് കുറച്ചു മുന്നേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡിപ്രഷനാണ്, സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്ത്. അപ്പൊ ചുമ്മാ കളിയാക്ക് പോലെ അയാൾ ചോദിച്ചോലോ, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ, എങ്ങനെയൊക്കെയാണോ ആത്മഹത്യക്ക് ശ്രമിക്കലെന്ന്. നോക്കിക്കേ, ഒരു ഡിപ്രസീവ് പേഷ്യന്റിനോട് തമാശ പറഞ്ഞതാ. കുട്ടി നേരെ പോയിട്ട് ആ കുട്ടിനെ വീണ്ടും ഒരു താഴ്ത്തി കെട്ടുന്ന പോലെ, മെഡിക്കൽ പ്രൊഫഷൻ ആയിട്ട് അതിന്റെ ഒരു ആത്മഹത്യ ചെയ്യാൻ പോലും അറിയില്ല എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്തു. ആ കുട്ടി ശരിക്കും പോയി ആത്മഹത്യ ചെയ്തു. സോ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരാളുടെ ജീവിതം നമ്മുടെ കയ്യിൽ. സോ മാക്സിമം എന്താക്കണം, ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. ദ ക്ലിനിക്കൽ ആൻഡ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് ടേക്കൺ സ്റ്റെപ്പ് ടു അണ്ടർസ്റ്റാൻഡ്. ബാങ്ക് വിളിക്കുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. ഹെൽത്തിന്റെ ഹിപ്സമിന്റെ ഹെൽത്ത് ആയിട്ടാണ്. ഹെൽത്ത് ഇല്ല. നമുക്ക് എന്തൊക്കെയോ ചോദിക്കുന്നു.
അപ്പൊ ഞാനൊരു CBT തെറാപ്പിസ്റ്റ് ആണ്, നിങ്ങൾക്കറിയാം. ഇതൊരു പേഷ്യന്റ് ഒരാഴ്ചത്തെ അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചത്തെ CBT വർക്ക്ഷീറ്റ് ആണ്. ഒരാഴ്ചത്തെ ആട്ടത് ഇത്രയും അവർ എഴുതി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത്രയും അവർ എഴുതി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണലിസം ആണ്. അതായത് കൃത്യമായിട്ട് അവർക്ക് എന്താണ് പ്രശ്നമെന്നും അവർക്ക് ബയാസ് ഇല്ലാതെ കാരണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അതവര് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരേഖ ചോദിച്ച് ഞാനിപ്പോ പറയാം. അപ്പൊ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, അവർ കൃത്യമായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. സോ ബയാസ് ഇല്ലാതെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ മാത്രമല്ല നമ്മള് ജോലി എടുക്കുമ്പോൾ പ്രാവർത്തികം കൂടി ആക്കണം. ഫോൾസ് പോസിറ്റീവ് ഇഷ്യൂ ഉണ്ട്, സൈക്കോളജിസ്റ്റ് നോ ഇഷ്യൂസ്, അങ്ങനെയല്ലാടാ. അതായത് ഉള്ള രോഗം കണ്ടെത്താതിരിക്കുന്നതാണ് ഫോൾസ് പോസിറ്റീവ്. ഉള്ള രോഗം കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രൂ പോസിറ്റീവ്. ഓക്കെ, ആ ഒരു ഭാഗം ഒന്നുകൂടി ക്ലിയർ ആക്കി തരാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നാളെ പോയിട്ട് എഴുതി വെക്കും. കാരണം ആ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നല്ലേ. നോക്കിക്കേ, ഇങ്ങനെയാണ്. ഞാൻ ഡിപ്രഷൻ വെച്ച് പറഞ്ഞുതരാം. ഡിപ്രഷൻ വെച്ചിട്ടോ, ആൾക്ക് ഡിപ്രഷൻ ഇല്ല എന്നിട്ടും ഉണ്ടെന്ന് പറയുന്നതാണ് ഫോൾസ് പോസിറ്റീവ്. ഇല്ല, ആൾക്കൊന്നും ഡിപ്രഷൻ എന്നുള്ള പ്രശ്നമേ ഇല്ല, നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ് ഫോൾസ് പോസിറ്റീവ്. ഓക്കെ, ഡിപ്രഷൻ ഉണ്ട്, അത് കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് എന്ത്, ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഉണ്ട്, അത് കണ്ടെത്തി. ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നത് ഉണ്ട്, അത് കണ്ടെത്തി, അതാണ് ട്രൂ പോസിറ്റീവ്. ഇനി ഫോൾസ് നെഗറ്റീവോ, അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കണ്ടെത്തിയില്ല, അതാണ് നമ്മുടെ ഫോൾസ് നെഗറ്റീവ്. ഇനി ട്രൂ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇല്ല കണ്ടെത്തിയും ഇല്ല. കണ്ടോ, ഇല്ലാത്തത് കണ്ടെത്തി ഫോൾസ് പോസിറ്റീവ്, ഉള്ളത് കണ്ടെത്തി ട്രൂ പോസിറ്റീവ്, ഉള്ളത് കണ്ടെത്തിയില്ല ഫോൾസ് നെഗറ്റീവ്, ഇല്ലാത്തത് കണ്ടെത്തിയില്ല അത് ട്രൂ നെഗറ്റീവ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ 10 മാർക്കിന് വരുന്ന സമയത്ത് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താക്കുക, ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താ, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഈ ഫോൾസ് പോസിറ്റീവും ട്രൂ പോസിറ്റീവും ഒക്കെ എഴുതാം. അതിനുശേഷം ബയാസസ് എഴുതാം. ബയാസസ് ലേബലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റീരിയോ ടൈപ്പിംഗ് വരുന്നുണ്ട്, ആങ്കറിംഗ് ആൻഡ് കൺഫർമേഷൻ ബയാസ് വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി എഴുതി വെച്ചാൽ 10 മാർക്ക് ഷുവർ ആണ്. 5 മാർക്കിനാണെങ്കിൽ ഈ റെഡ്യൂസിങ്ങിന്റെ കാര്യങ്ങളൊന്നും എഴുതണം, ഫോൾസ് പോസിറ്റീവും ട്രൂ പോസിറ്റീവും ഒക്കെ ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡ്യൂസിങ് ഇറേഴ്സ് ഒന്നുകൂടെ പറയാം. റെഡ്യൂസിങ് ഇറേഴ്സിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഇംപ്രൂവിംഗ് ദ എബിലിറ്റി ഓഫ് പ്രൊഫഷണൽസ്. യെസ്, ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതാം. അതായത് എബിലിറ്റി ഓഫ് പ്രാക്ടീഷണേഴ്സ് കൂട്ടുക. അതുപോലെ തന്നെ എന്താണ് സ്റ്റെപ്സ് അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ലെസ് വർക്ക് ഹാസ് ഫോക്കസ് സ്പെഷ്യലി ഓൺ റെഡ്യൂസിംഗ് ഇറർ ഇൻവോൾവിംഗ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ബയാസസ് ടുവേർഡ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കുക, അതായത് ബയാസുകൾ ഇന്ന ആളുകളെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ പറയും നോൺ ജഡ്ജ്മെന്റലായിരിക്കണം, ആര് വന്നാലും അവരെ സ്വീകരിക്കാം. ഒരു രീതിയിലുള്ള ബയാസുകൾ അല്ലെങ്കിൽ ഇന്ന മതമാണ്, ഇന്ന ജാതിയാണ്, ഇന്ന ഗ്രൂപ്പാണ്, അതൊന്നും ഇല്ലാതിരിക്കുന്നു. ഒരു പരിധിവരെ ബയാസുകൾ കുറയ്ക്കാം. പിന്നെ കോഗ്നിറ്റീവ് ഇറർ കുറയ്ക്കാനുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുക. നമ്മളിവിടെ ഇന്റേൺഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പക്കയാക്കിയിട്ടാണ് ഇറേഴ്സ് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നമ്മളെ പറയാം, ഈ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ ബയാസ് തന്നെ ഒഴുകിപ്പോകും. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഈ ഒരു വേദിയിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിവിടെ ഇന്റേൺഷിപ്പിന് വരുമ്പോൾ പറയും, ചിലത് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം മതപരമായിട്ടും ജാതീയപരമായിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് തന്നെ അത് പൊളിച്ചടക്കി പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ പല പല മതവിശ്വാസികളാണ്, പല പല ജാതീയ ചിന്തകളുള്ളതാണ്. ഈ ഒരു സാധനം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പാടില്ല. എന്റെ ഒക്കെ ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്റെ വസ്ത്രധാരണം കണ്ടുപോലും ഞാൻ ഏത് മതത്തിലുള്ളതാണ് തിരിച്ചറിയരുത് എന്നാണ്. കാരണം മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതീയപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും
ഞാൻ നല്ലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു, പക്ക ഉപേക്ഷിച്ചാണ്. കാരണം ഈ ഒരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അൺബയാസ്ഡ് ആയിരിക്കും. ഞാനെപ്പോഴും പിള്ളേരോട് പറയണത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ ഇപ്പൊ രാഷ്ട്രീയം, മതം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റൂമിന്റെ പുറത്ത് അവിടെ വെച്ചേക്കുക. എന്നിട്ട് ദിസ് ഇസ് മൈ കൺസൾട്ടിംഗ് റൂം, ഇതിനകത്തേക്ക് കയറുമ്പോൾ അത് എടുക്കാൻ പാടില്ല. ബിക്കോസ് ബയാസസ് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ടു ദ മീഡിയ ആൻഡ് അഗ്രഷൻ ആണ് 3ാമത്തെ ചാപ്റ്റർ. അതില് മീഡിയ വയലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാം പറയാനുള്ള സമയമില്ല, നമ്മുടെ കുട്ടികൾക്ക് വിശദമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. മീഡിയ വയലൻസ് ആൻഡ് ഫിയർ ഒത്തിരി പറയണം കേട്ടോ. സോഷ്യൽ സൈക്കോളജി അതാണ് എനിക്ക് ഇടക്കാനുള്ള ഒരു ഇത്. കാരണം സോഷ്യൽ സൈക്കോളജി നീട്ടി വലിച്ച് പറയാനുള്ള ഒരു കാര്യമാണ്. മാക്സിമം ഉള്ളിടത്തോളം ഫ്രീ ക്ലാസ്സസ് ഞാൻ അവൈലബിൾ ആക്കി തരാം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അഗ്രഷൻ ആണ്. നന്നായിട്ട് പഠിച്ചോളാം അഗ്രഷൻ കേട്ടോ. അഗ്രഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗ്രഷൻ. നോക്കിയേ, വാട്ട് ഇസ് അഗ്രഷൻ? ഫിസിക്കൽ ഓർ വെർബൽ ബിഹേവിയർ ഇന്റന്റ് ടു ഹേർട്ട് സമ്മൺ. ഫിസിക്കലിയോ വെർബലിയോ ഇന്റൻഷനോട് കൂടി മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഒത്തിരി അഗ്രഷൻ ഉണ്ട്. ഹോസ്റ്റൈൽ അഗ്രഷൻ, ഇൻഡയറക്റ്റ് അഗ്രഷൻ ആണ്, ഗോസിപ്പ്. ഡയറക്റ്റ് അഗ്രഷൻ ഉണ്ട്. ഇല്ലടാ, 4th മൊഡ്യൂൾ ഫ്രീ ക്ലാസ് ഇല്ല. കുറച്ച് വോയിസ് ക്ലാസ്സുകൾ ഉണ്ട്, അത് ഞാൻ അയച്ചുതരാം. വോയിസ് ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ, അത് അയച്ചുതരാം. ഇമോഷണൽ അഗ്രഷൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ. നോക്കിയേ, ഹേർട്ടിങ് അനദർ പേഴ്സൺ, hurting another person to encourage another goal. ഇതാണ് ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ടൈപ്സ് ഓഫ് അഗ്രഷൻ എഴുതി 2 മാർക്ക് വരാണ്. അഗ്രഷൻ എന്താണെന്ന് എഴുതിയിട്ട് ഇത്രയും ടൈപ്സ് ഉണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് ടൈപ്പ് ചെയ്താണ് എടുത്ത് എഴുതുക. അപ്പൊ 2 മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ തിയറീസ് ഓഫ് അഗ്രഷൻ ഉണ്ട്. അതിൽ ജനറൽ അഗ്രഷൻ മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് അഗ്രഷൻ ഉണ്ട്. ഇത് അഗെയിൻ എൻ്റെ വോയിസ് ക്ലാസ് ആയിട്ടുണ്ട്, അത് ഞാൻ ഇട്ടുതരാം കേട്ടോ. പിന്നെ ഫ്രസ്ട്രേഷൻ ഹൈപ്പോത്തസിസ്, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് കേട്ടോ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അഗ്രഷന്റെ കുറച്ചൊക്കെ വോയിസ് ക്ലാസ് തന്നെ ഇട്ടുതരാം കേട്ടോ. എടാ, അത് നമ്മള് വോയിസ് ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വോയിസ് ക്ലാസ് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ സ്റ്റുഡന്റ് അല്ലേ? ഞാൻ ഇട്ടല്ലോ, ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ ടാഗ് ചെയ്ത് തരാം കേട്ടോ. മിസ് ഗ്രൂപ്പിൽ ഇട്ടതുണ്ടല്ലോ, ഒരു ഓർഡർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. എന്നാ ഞാനൊന്ന് നോക്കിയിട്ട് ഓർഡറിലാക്കി. അതൊന്ന് ഓർഡർ ആക്കിട്ട് തരാം. നാലാമത്തെ ചാപ്റ്റർ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് ഓർഡറിലാക്കിയിട്ടാം. 4ാമത്തെ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു പോവേർട്ടി നല്ല ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചാൽ മതി. ഈ 4ാമത്തെ ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വായിക്കുക എന്ന് മാത്രമാണ്, തീരെ വായിക്കാതിരിക്കരുത്, നന്നായിട്ട് വായിക്കുക. കാരണം സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അത് നമുക്ക് കുറെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് സമകാലീന പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് എഴുതാം. ഇപ്പൊ ഈ അടുത്ത് ചൈൽഡ് അബ്യൂസിലാണെങ്കിൽ ഈ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി, ഒരു ബംഗാളി കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി കൊന്നാളഞ്ഞത്. അതൊക്കെ നമുക്ക് എഴുതാം. നമുക്ക് സമകാലീന പ്രശ്നങ്ങളും കൂടി ചേർത്ത് എഴുതാം. ഓക്കെ ആണോ? അപ്പൊ 4th ചാപ്റ്റർ കംപ്ലീറ്റ്ലി സോഷ്യൽ പ്രോബ്ലംസ് ആണ്. എന്റെ കയ്യിലുള്ള ക്ലാസ്സസും അതുപോലെ വോയിസസും ഞാൻ അവൈലബിൾ ആക്കി തരാം. നമ്മുടെ സ്റ്റുഡൻസിന് ഐ തിങ്ക് ഞാൻ ആപ്പില് MSc-കാരുടെ അഗ്രഷന്റെ ക്ലാസ് അവൈലബിൾ ആക്കി തരാം. ഓക്കെ അല്ലേ? ഞാൻ നല്ല തലവേദനയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്തിരി ലോ ആയിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? കണ്ണ് കണ്ടാൽ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഇച്ചിരി ഉറക്കമൊഴിയേണ്ടി വന്നു. മനസ്സിലായോ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണും. അതൊരു ഇറ്റ്സ് മീ അബ്ദുല്ല സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. മാം, ആ അഗ്രഷൻ്റെത് മാം ആപ്പില് വേഗം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്തുതരാം, അല്ലെങ്കിൽ ഞാൻ വിട്ടു. ഇപ്പൊ തന്നെ ചെയ്യാം.